ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ മാമ്പഴക്കറിയാണ്. ഞാനിവിടെ ഒരു 5 മാമ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇനി വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. മാമ്പഴം അടുപ്പിലിരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് അതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി അരയാൻ ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടണം. ഇപ്പോൾ മാമ്പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി കറിക്ക് ആവശ്യമായ താളിപ്പ് തയ്യാറാക്കാം. ഒരു മൺചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് ഒഴിച്ചു കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.